വയനാട് മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ സർവ്വതും നഷ്ടപ്പെട്ട കുടുംബങ്ങൾക്ക് പുത്തൻ പ്രതീക്ഷയേകി മുസ്ലിം ലീഗിന്റെ പുനരധിവാസ പദ്ധതി യാഥാർത്ഥ്യമാകുന്നു. വാഗ്ദാനങ്ങൾക്കപ്പുറം റെക്കോർഡ് വേഗതയിൽ നിർമ്മാണം പൂർത്തിയാക്കിയ ഈ മാതൃകാ ഗ്രാമം മുട്ടിൽ മേപ്പാടി സംസ്ഥാന പാതയോട് ചേർന്ന് തൃക്കൈപ്പറ്റ വെള്ളിത്തോട്ടിലാണ് ഒരുങ്ങിയിരിക്കുന്നത്. പ്രകൃതി രമണീയവും സുരക്ഷിതവുമായ ഈ ഭൂമിയിൽ 51 കുടുംബങ്ങൾക്കാണ് ആദ്യഘട്ടത്തിൽ പുതിയ ജീവിതം തുടങ്ങാൻ അവസരമൊരുങ്ങുന്നത്. ഓരോ കുടുംബത്തിന്റെയും അന്തസ്സും സൗകര്യവും മുൻനിർത്തിയാണ് വീടുകളുടെ രൂപകൽപ്പന നിർവഹിച്ചിരിക്കുന്നത്. ഏകദേശം 1060 ചതുരശ്ര അടി വിസ്തീർണമുള്ള വിശാലമായ വീടുകളാണ് ഓരോ ഗുണഭോക്താവിനുമായി നിർമ്മിച്ചു നൽകിയിരിക്കുന്നത്. 3 ബെഡ്റൂമുകൾ, ഹാൾ, അടുക്കള തുടങ്ങിയ സൗകര്യങ്ങളോട് കൂടിയ ഈ വീടുകൾക്കൊപ്പം 8 സെന്റ് ഭൂമിയും ഓരോ കുടുംബത്തിനും സ്വന്തമായി നൽകുന്നു എന്നത് ഈ പദ്ധതിയുടെ വലിയ പ്രത്യേകതയാണ്. കേവലം ഒരു കൂര എന്നതിലുപരി സുരക്ഷിതമായ ഒരിടം എന്ന ഉറപ്പാണ് ലീഗ് ഇതിലൂടെ നൽകുന്നത്. വീടുകളുടെ നിർമ്മാണം പൂർത്തിയായതിനൊപ്പം തന്നെ താമസക്കാർക്ക് ഉടൻ തന്നെ താമസം തുടങ്ങാൻ ആവശ്യമായ എല്ലാ സൗകര്യങ്ങളും ഇവിടെ ഉറപ്പുവരുത്തിയിട്ടുണ്ട്. ഓരോ വീടിനും ആവശ്യമായ അടിസ്ഥാന ഫർണിച്ചറുകൾ, പാചകത്തിനാവശ്യമായ സൗകര്യങ്ങൾ, പ്രാഥമിക ഘട്ടത്തിലേക്ക് വേണ്ട ഭക്ഷ്യക്കിറ്റുകൾ എന്നിവയെല്ലാം മുൻകൂട്ടി സജ്ജീകരിച്ചു കഴിഞ്ഞു. ഒരു കുടുംബത്തിന് പുതിയൊരു വീട്ടിലേക്ക് മാറുന്നതിനുണ്ടാകുന്ന പ്രായോഗിക ബുദ്ധിമുട്ടുകൾ പരമാവധി ഒഴിവാക്കിക്കൊണ്ട് പൂർണ്ണമായും താമസയോഗ്യമായ അവസ്ഥയിലാണ് ഓരോ വീടും കൈമാറുന്നത്. ദുരന്തഭൂമിയിലെ കണ്ണീർ തുടച്ചുമാറ്റി സ്നേഹത്തിന്റെയും ഐക്യത്തിന്റെയും പുതിയൊരു അധ്യായത്തിനാണ് ഈ പദ്ധതിയിലൂടെ തുടക്കമാകുന്നത്. ഇന്ന് വൈകിട്ട് 4 മണിക്ക് നടക്കുന്ന ചടങ്ങിൽ മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ, PK കുഞ്ഞാലിക്കുട്ടി തുടങ്ങിയ പ്രമുഖ നേതാക്കൾ പങ്കെടുക്കും. ദുരന്തത്തിന്റെ ആഘാതത്തിൽ നിന്നും കരകയറുന്ന കുടുംബങ്ങളുടെ സ്വകാര്യത മാനിക്കണമെന്ന് ലീഗ് നേതൃത്വം പ്രത്യേകം അഭ്യർത്ഥിച്ചിട്ടുണ്ട്. അതിനാൽ വലിയ ജനക്കൂട്ടത്തെ ഒഴിവാക്കി ലളിതമായ ചടങ്ങുകളോടെയാകും താക്കോൽ കൈമാറ്റം നടക്കുക. വാഗ്ദാനങ്ങൾക്കപ്പുറം പ്രായോഗികമായ സഹായം എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ പദ്ധതി നടപ്പിലാക്കിയത്. ദുരന്തം തകർത്ത ജീവിതങ്ങൾക്ക് ഇതൊരു പുതിയ തുടക്കമാകുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നുവെന്ന് ലീഗ് നേതൃത്വം പറഞ്ഞു. വയനാടിന്റെ പുനർനിർമ്മാണത്തിൽ സന്നദ്ധ സംഘടനകളുടെയും രാഷ്ട്രീയ പാർട്ടികളുടെയും ഇത്തരം ഇടപെടലുകൾ വലിയ മാതൃകയാണ് സൃഷ്ടിക്കുന്നത്. 51 കുടുംബങ്ങൾ ഇന്ന് പുതിയ പ്രതീക്ഷകളിലേക്ക് കുടിയേറുകയാണ്. വയനാട് പുനരധിവാസത്തിനായി മുസ്ലിം ലീഗ് നടപ്പിലാക്കിയ ഈ മാതൃകാ പദ്ധതിയെ രാഷ്ട്രീയ നിരീക്ഷകരും ഇതര പാർട്ടികളും വളരെ പോസിറ്റീവായ രീതിയിലാണ് നോക്കിക്കാണുന്നത്. സർക്കാർ തലത്തിലുള്ള പുനരധിവാസ നടപടികൾ പലപ്പോഴും ചുവപ്പ് നടയിൽ കുരുങ്ങാറുണ്ട്. എന്നാൽ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം ചുരുങ്ങിയ മാസങ്ങൾക്കുള്ളിൽ ഭൂമി കണ്ടെത്തി 51 വീടുകൾ നിർമ്മിച്ച് അവ താമസം തുടങ്ങാൻ പാകത്തിൽ സജ്ജമാക്കിയത് വലിയൊരു നേട്ടമായി വിലയിരുത്തപ്പെടുന്നു. ദുരന്ത സമയത്ത് കേവലം പ്രസ്താവനകളിൽ ഒതുങ്ങാതെ പ്രായോഗികമായ സഹായം എത്തിക്കുന്നത് മറ്റ് രാഷ്ട്രീയ പാർട്ടികൾക്ക് മാതൃകയാക്കാവുന്ന പ്രവർത്തനമാണ്. ജനകീയ പ്രശ്നങ്ങളിൽ ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് എങ്ങനെ ക്രിയാത്മകമായി ഇടപെടാം എന്നതിന്റെ ഉദാഹരണമാണിത്. രാഷ്ട്രീയമായ ചേർത്തിരിവുകൾക്കപ്പുറം ദുരന്തബാധിതരെ ചേർത്തു പിടിക്കുന്ന ഇത്തരം പ്രവർത്തനങ്ങൾ സമൂഹത്തിൽ രാഷ്ട്രീയ പാർട്ടികളുടെ വിശ്വാസ്യത വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന ഒന്നാണ്. ചുരുക്കത്തിൽ വയനാടിന്റെ പുനർനിർമ്മാണത്തിൽ സർക്കാർ സംവിധാനങ്ങൾക്കൊപ്പം തന്നെ ഇത്തരം സന്നദ്ധ രാഷ്ട്രീയ സംഘടനകളുടെ പങ്കാളിത്തം നിർണായകമാണെന്ന് ഈ പദ്ധതി തെളിയിക്കുന്നു.